ഹേമചന്ദ്രൻ കൊലക്കേസിൽ പ്രതി നൌഷാദുമായി പോലീസ് വയനാട്ടിൽ തെളിവെടുപ്പ് നടത്തുന്നു. കൊല നടന്നുവെന്ന് സംശയിക്കുന്ന ബത്തേരിയിലെ വീട്ടിലെത്തിച്ചാണ് തെളിവെടുപ്പ്. ഹേമചന്ദ്രനേത് ആത്മഹത്യയാണെന്ന മൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണ് നൌഷാദ്. ഫൈസൽ നെടുമ്പാല വിശദാംശങ്ങൾ നൽകും. ഫൈസൽ, ആത്മഹത്യ എന്ന വാദത്തിൽ നൌഷാദ് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. ആ വാദം പൊളിക്കണമെങ്കിൽ മതിയായ തെളിവുകൾ പോലീസിന് ലഭിക്കേണ്ടതുണ്ട്. പോലീസിന്റെ തുടർ നീക്കങ്ങൾ എങ്ങനെയാണ്? തെളിവെടുപ്പ് എങ്ങനെ പുരോഗമിക്കുന്നു? സൈഫുദ്ദീൻ രാവിലെ 11 മണിയോടുകൂടി ഈ നൌഷാദിനെ ഈ ബത്തേരിയിലെ കൊല നടന്നു എന്ന് പറയുന്ന വീട്ടിൽ എത്തിച്ചിരുന്നു. പ്രതി തുടക്കം മുതൽ തന്നെ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതൊരു കൊലപാതകമല്ല, മറിച്ച് ഇവർ കോഴിക്കോട് നിന്ന് കാണാതായ ഹേമചന്ദ്രൻ ബത്തേരിയിൽ എത്തുകയും ഇവരോടൊപ്പം ഒരു ദിവസം താമസിക്കുകയും പിറ്റേ ദിവസം രാവിലെ വരുന്ന സമയത്ത് തൂങ്ങി മരിച്ച നിലയിൽ കാണുകയുമായിരുന്നു. പെട്ടെന്ന് ഇവർ പേടിച്ച് ഈ ബോഡി ചേരമ്പാടിക്ക് സമീപത്തെ വനമേഖലയിൽ കുഴിച്ചിട്ടു എന്നായിരുന്നു നൌഷാദിന്റെ മൊഴി. ആ മൊഴിയിൽ ഇപ്പോഴും നൌഷാദ് ഉറച്ചു നിൽക്കുകയാണ്. എന്നാൽ ഈ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വിശ്വസനീയമായ മൊഴിയല്ല. അതുകൊണ്ട് തന്നെ നിലവിൽ ഈ നൌഷാദിനെ കൊണ്ടുവന്നുകൊണ്ട് ഈ അടച്ചിട്ട റൂമിൽ, അതായത് ഈ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടു എന്ന് പറയുന്ന റൂമിൽ നൌഷാദിനെ എത്തിച്ചുകൊണ്ട് ഏത് നിലയിലാണ് തൂങ്ങി ഏത് ആ ബോഡി എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് എന്നത് അടക്കമുള്ള കാര്യങ്ങൾ നൌഷാദിനോട് ചോദിച്ചറിയുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തെളിവെടുപ്പാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 1.5 മണിക്കൂറോളം ഇതുവരെ തെളിവെടുപ്പ് നീണ്ടു. ഫോറൻസിക് സംഘം ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ബത്തേരിയിലെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. കൂടുതൽ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. നൌഷാദിന്റെ മൊഴി ഒരു നിലക്കും വിശ്വസിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം. എന്തായാലും അല്പസമയത്തിനകം പോലീസ് ഈ തെളിവെടുപ്പ് പൂർത്തിയാക്കി പുറത്തു വരുമെന്ന് തന്നെയാണ് കരുതുന്നത്. കഴിഞ്ഞ വർഷം മാർച്ച് മാസം 19-ാം തീയതിയാണ് ഹേമചന്ദ്രനെ കോഴിക്കോട് നിന്നും കാണാതാകുന്നത്. തുടർന്ന് നടന്ന അന്വേഷണത്തിനൊടുവിലാണ് ഈ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഹേമചന്ദ്രന്റെ മൃതദേഹം ചേരമ്പാടിക്ക് സമീപം ഒരു വനത്തിൽ കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് നടന്ന അന്വേഷണത്തിനൊടുവിലാണ് 1-ാം പ്രതിയായ നൌഷാദിനെ പോലീസ് കണ്ടെത്തുന്നത്. നൌഷാദ് വിദേശത്തായിരുന്നു. ഈ കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് ബാംഗ്ലൂരിൽ നിന്നും നൌഷാദിനെ പിടികൂടി കോഴിക്കോട്ടേക്ക് എത്തിച്ചത്. ഇന്ന് രാവിലെയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തെളിവെടുപ്പ് നടത്തുന്നത്. ഇപ്പോൾ നടക്കുന്നത് ഹേമചന്ദ്രൻ കൊല്ലപ്പെട്ടു എന്ന് പറയപ്പെടുന്ന, അല്ലെങ്കിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടു എന്ന് പറയുന്ന ആ വീട്ടിലാണ് ഇപ്പോൾ തെളിവെടുപ്പ് നടത്തുന്നത്. അതിനുശേഷം ഈ നേരത്തെ നൌഷാദ് സൂചിപ്പിച്ചിരുന്നു, അതായത് ഈ കുഴിച്ചിട്ട ശേഷം പെട്രോൾ ഒഴിക്കുകയും അതിനുശേഷം മണ്ണെണ്ണ ഉൾപ്പെടെ പഞ്ചസാര ഉൾപ്പെടെ ഈ ബോഡിയിൽ തെളിച്ചിരുന്നു എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ ആ കടകളിൽ ഇത് എവിടെ നിന്നാണ് വാങ്ങിയത് എന്നുള്ളത് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടി ആ കടകളിലൊക്കെ തന്നെ പരിശോധന തെളിവെടുപ്പ് നടത്തും. അതിനുശേഷമായിരിക്കും ചേരമ്പാടിയിലെ മൃതദേഹം കണ്ടെത്തിയ ചേരമ്പാടി വനത്തിലെത്തിക്കൊണ്ട് തെളിവെടുപ്പ് നടത്തുക. സൈഫുദ്ദീൻ.